CCL-ലുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? CCL ഈ കഴിഞ്ഞ വർഷം മുതൽ CCL ഞാൻ ആ കൂടെ ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആണ് ഈ കാറ്റഗറിയും പരിപാടി, ഇത്ര പടം ചെയ്യണം, നല്ല A കാറ്റഗറി, അതൊക്കെയാണ് ഏറ്റവും മോശപ്പെട്ട ഒരു പരിപാടി കേട്ടോ CCL-ന്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ അഭിനയിക്കാൻ ആദ്യം വരുമ്പോഴും നമ്മുടെ മനസ്സിലൊരു കാര്യമാണ് CCL കയറണം. അത് 2011 12 ഫോമായെന്ന് തോന്നുന്നു, ആ സമയത്താണ്. അന്ന് പോലെ ട്രൈ ചെയ്യുന്നുണ്ട്, സിനിമ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് കിട്ടിയില്ല. ഇങ്ങനെ ട്രൈ ചെയ്ത് പല വർഷം ട്രൈ ചെയ്ത് പല പ്രാവശ്യവും ട്രൈ ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ മെയിൻലി നമുക്ക് ഈ കാറ്റഗറി വന്നാലേ കിട്ടത്തുള്ളൂ. കളി എത്ര അറിഞ്ഞാലും കാറ്റഗറി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കാറ്റഗറി എല്ലാം പാസ്സായത് കഴിഞ്ഞ വർഷമാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഹൈദരാബാദ് ടീമിനെതിരെ കളിക്കാൻ വേണ്ടി ഹൈദരാബാദ് പോയി. ഞാനന്ന് ടീം 12-ലുണ്ടായിരുന്നു, 11-ലില്ലായിരുന്നു, പ്ലേയിങ് 11-ലില്ലായിരുന്നു. പക്ഷെ ഫീൽഡിങ്ങിനൊക്കെ ഇറങ്ങി, നല്ല മോശം ഫീൽഡിങ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഇതിൽ കളിക്കുന്നത്, ലൈറ്റ് കളിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ രസമാണ്, ഭയങ്കര ഫണ്ണാ. CCL ഞാൻ വിചാരിച്ചേക്കണ ഫണ്ണാ. നമ്മൾ ഈ IPL കാണത്തില്ലേ, ബസ്സിൽ പോയി ഇറങ്ങുന്നത്, അതൊരു ഡ്രീം ആണല്ലോ. നമ്മളെ പോലുള്ള സാധാരണ ആളുകളുടെ ആരവം സീൻ മാൻ. ഞാൻ ആലോചിക്കായിരുന്നു, കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ കളിക്കാൻ ഇറങ്ങിയപ്പം അവിടുത്തെ 70% ക്രൗഡ് ഫുള്ളാ. അതായത് അവിടെ ഭയങ്കര ക്രിക്കറ്റ് ഹൈദരാബാദിനെതിരെ. ഹൈദരാബാദ് അവരുടെ ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അഖിൽ അക്കിനേനി, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് അത്യാവശ്യം. മറ്റേ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ തമൻ. കുഞ്ചാക്കോവൻ ക്യാപ്റ്റൻ. ചാക്കോച്ചൻ അന്ന് അല്ല, ചാക്കോച്ചൻ അതിന്റെ മുമ്പത്തെ വർഷമായിരുന്നു. ഇന്ദിരേട്ടനായിരുന്നു. ഇന്ദിരേട്ടൻ അന്ന് കളിയില്ല. ഇന്ദിരേട്ടൻ അന്ന് എമ്പുരാൻ ഷൂട്ടിലും കണ്ട് US-ലായിരുന്നു. അപ്പൊ അന്ന് ക്യാപ്റ്റൻസി ബിനീഷേട്ടനായിരുന്നു, അർജുനൊക്കെ ഉണ്ടായിരുന്നു, രാജീവേട്ടൻ ഉണ്ടായിരുന്നു. രാജീവേട്ടൻ നല്ല പ്ലെയർ ആട്ടോ, പുള്ളി നല്ല കളിക്കും, ക്രിക്കറ്റ് കളിക്കും. പുള്ളിയുടെ പേര് പറയാം, രാജീവ് കളിക്കും, വിവേക് ഗോപൻ കളിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. വിട്ടുപോയതാ, കുറച്ച് ആൾക്കാരുടെ പേര് വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ആ കളി ഭയങ്കര രസമായിരുന്നു. ഞാൻ ഇതിലില്ലായിരുന്നു, 11-ലില്ലായിരുന്നു, കളിച്ചു. ആ കളി ഭയങ്കര ടൈറ്റ് മാച്ചായിരുന്നു. കേരളത്തിന്റെ ടീമില് 7 കളിക്ക് ശേഷമാണ് ഒരു കളി ജയിക്കുന്നത്. അതും കഴിഞ്ഞ വർഷത്തെ വിന്നേഴ്സിനെ നമ്മൾ തോൽപ്പിക്കുന്നത്. ആ ഒരു കളി ജയിച്ചുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും തോറ്റു. അത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്തൊക്കെ നമ്മുടെ ഈ ഓൺലൈനിലൊക്കെ നമ്മൾ പിള്ളേർ ചോദിക്കും, ചേട്ടാ നിങ്ങൾ മാത്രം എന്താ ഇത്ര മോശമായിട്ട് കളിക്കുന്നത്, കേരളം എന്താ നമ്മൾ നാണക്കെടുത്താൻ വേണ്ടി കളിക്കുകയാണ്, ഒത്തിരി മെസ്സേജ് വരും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിലുള്ള ഈ പറഞ്ഞ എല്ലാ നടന്മാർക്കും എപ്പോഴും ഷൂട്ടാണ്. മലയാളത്തിൽ കുറെ കുഞ്ഞു പടങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം പ്രശാന്തനെ ആയാലും, സഞ്ജുവിനെ ആയാലും, അർജുനെ ആയാലും, ഈ രാജുവിനെ ആയാലും, ഇവരൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് കിട്ടണം. അപ്പൊ അവരോട് നേരത്തെ പറയണം, പ്രാക്ടീസ് ചെയ്യണം. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. കാരണം ഈ പറഞ്ഞ തെലുങ്ക് ടീമായാലും, കഴിഞ്ഞ വർഷം അടിച്ച ടീം എനിക്കൊന്നും ബംഗാളോ അവരങ്ങനെ അടിച്ച ഈ ടീമുകൾക്കൊക്കെ എന്താണെന്നറിയാം, പ്രാക്ടീസ് ഉണ്ട്, പ്രോപ്പർ പ്രാക്ടീസ് ഉണ്ട്. ഒരു 3 മാസം 4 മാസം എവിടെയും വിടാതെ അവരെ പിടിച്ച് നിർത്തി അവർക്ക് അതിനുള്ള സാലറിയും കൊടുത്ത് അവർക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ അവർ നമ്മൾ പ്രാക്ടീസ് എന്ന് അറിയാം. 5ാമത്തെ ദിവസം കളിയാ, 5ാമത്തെ ദിവസം മാച്ച്, 5 ദിവസമാണ് നമുക്ക് പ്രാക്ടീസ് ഉള്ളത്. 5 ദിവസം അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ കാലും വയ്യ, ഫിസിയോ ചെയ്താലും നേരെ ആവില്ല, അങ്ങനെ പോയി നമ്മൾ ഇറങ്ങുന്നത്. അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കേരള ടീമിനുണ്ട്. അത് പക്ഷെ എനിക്കൊന്നും ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ ഇല്ല, ഇതൊക്കെ ക്യാമ്പൊക്കെ തുടങ്ങും തോന്നുന്നു.